വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പൂക്കി മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനമായിരുന്നു. സർക്കാർ പറഞ്ഞു നിങ്ങൾ വാഹനം ഏത് തരത്തിൽ മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി യുവജനങ്ങളാകെ ആർത്തിരമ്പി അവരുടെ വാഹനങ്ങളിൽ മോഡിഫിക്കേഷനും നടത്തി. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മോഡിഫിക്കേഷനാണ് ഈ ചെറുപ്പക്കാർ നടത്തിയത് എന്നതുകൊണ്ട് തന്നെ ഹൈക്കോടതി വാഹനത്തിൽ തൊട്ട് കളി വേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴേക്കും ചില യൂത്തന്മാർ മുഖ്യമന്ത്രിയെ കളിയാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ്, മുഖ്യമന്ത്രി കബളിപ്പിച്ചു എന്ന് പറയുകയാണ്. പക്ഷേ സത്യസന്ധമായി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വാഹനത്തിൽ എന്തൊക്കെ ആകാമെന്ന് കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട്. RC എടുക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാഹനത്തിന് എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താം എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വാഹനത്തിലുള്ളതെന്ന് നമ്മുടെ RC ബുക്കിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്താണ് വാഹനത്തിൻ്റെ നിറം എന്നൊക്കെ. പക്ഷേ അതെല്ലാം മാറ്റിമറിക്കുന്നത് സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷന് മുമ്പ്, ഒറിജിനൽ നമ്പർ കിട്ടുന്നതിന് മുമ്പ് താൽക്കാലിക ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വാഹനം നിരത്തിൽ പോലും ഇറക്കാൻ പാടില്ല എന്നാണ് നിയമം. ഏതെങ്കിലും തരത്തിൽ വാഹനം അപകടത്തിൽപ്പെടുകയോ ഈ വാഹനം ഹിറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ ജീവാപായം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വാഹനം വാങ്ങുമ്പോൾ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിട്ടുന്നതാണ് വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ മോഡിഫിക്കേഷനിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ മാറ്റിവെച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെയോ ഹൈക്കോടതിയോ ഒന്നും ആരും വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. നിയമാനുസൃതമുള്ള മോഡിഫിക്കേഷൻ മാത്രമേ സംസ്ഥാനത്തും അല്ലെങ്കിൽ വ്യക്തികളും നടത്താൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ചില വാഹനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കറുപ്പ് മൂടിയിരിക്കുകയാണ്. സൺഗ്ലാസ് അത്രമാത്രം ഒട്ടിച്ച് വച്ചിട്ടുള്ള വാഹനങ്ങളുണ്ട്. അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറമേ നിന്നും കാണാൻ പറ്റില്ല. അത് ആ വാഹനത്തിനുള്ളിൽ കള്ളക്കടത്താണോ, കഞ്ചാവാണോ, മയക്കുമരുന്നാണോ, ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മുടെ നാട് ഒരുപാട് മാറിയിരിക്കുന്നുവെന്ന, അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ യുവാക്കളും അതുപോലെ തന്നെ വാഹനം മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചുള്ള വണ്ടി ഓടിപ്പും, അല്ലെങ്കിൽ ഒരുപാട് ഈ വൃത്തികെട്ട തരത്തിൽ, നിയമത്തിന് അനുസൃതമല്ലാത്ത തരത്തിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും ഉചിതമല്ല എന്നൊരു കാഴ്ചപ്പാടാണ് പങ്കുവയ്ക്കാനുള്ളത്.